കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് PV അൻവർ ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കാനില്ല, ഇനിയും 1.25 വർഷം MLA തന്നെ തുടരും. ആ 3 അക്ഷരം ജനങ്ങൾ നൽകിയതാണ് എന്തായിരുന്നു അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടുള്ള പ്രതികരണം. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നേരത്തുള്ള വിവാദ പരാമർശത്തിൽ അൻവർ ഇന്നൽപ്പം മയം വരുത്തിയിട്ടുമുണ്ട്. ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുറേ ലീഗുകാർ കൈയടിച്ച് മനസ്സിലായോ, അൻവറാക്ക് പറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലായോ. അപ്പോൾ അവിടുന്ന് ലീഗിന്റെ വലിയ നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പോൾ ലീഗ് തട്ടിയോ. അപ്പോൾ അപ്പുറത്ത് കോൺഗ്രസ് കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കിനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഹസൻ സാഹിബ് എവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് ഘടിപ്പിക്കൂല. അപ്പോൾ കോൺഗ്രസും തട്ടി, ഇവിടെ CPM തട്ടു. അല്ല, അപ്പം ഈ സാധു അങ്ങോട്ടാ പോവാ, മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ല. ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഇനി എങ്ങോട്ടെന്ന ചോദ്യത്തിന് PV അൻവറിന്റെ മറുപടിയാണിത്. ജനങ്ങൾ നൽകിയ MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കിയ അൻവർ ഒറ്റയ്ക്ക് പോരാടുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഞാൻ നടുപക്ഷത്ത് ഇവിടെ ലെഫ്റ്റ് ആണ്, ഇവിടെ റൈറ്റ് ആണ്. ഞാൻ നടുവിലൊരു സീറ്റ് ഉണ്ട്, അവിടെ ഇരിക്കും. അതൊന്നും വേണ്ട, അവിടെ നടുവ് സെൻട്രൽ സീറ്റായി ഞാൻ സ്പീക്കറോട് പറയുന്നത് അടുത്ത സീറ്റ് തരാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നടുവ് എപ്പോഴും ജനങ്ങൾ അവിടെ ഉണ്ടാവും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിവാദ പരാമർശം വളച്ചൊടിച്ചതാണെന്നും അൻവർ മയപ്പെടുത്തി. എന്നെ സംബന്ധിച്ച് രാഹുൽ കുടുംബം, രാജീവ് ഗാന്ധി, ഇതെല്ലാം അന്നും എന്നും നമ്മൾ ബഹുമാനത്തോടെ ചേർത്ത് നോക്കുന്നതാണ്. പിണറായി വിജയനെതിരെ ഇത്തരത്തിലൊരു ശബ്ദമുയരുന്നത് സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ പതിവുള്ളതല്ല. അൻവറിന് പിന്നിൽ ആരെന്ന ചോദ്യമാണ് അപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.